നിന്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചാൽ ആരും അറിയരുത് എന്ന് ചിന്തിക്കുന്ന പോലെ നിന്റെ നന്മയും ആരും അറിയരുത് എന്ന് ചിന്തിക്കണം. അത് ഇഖ്ലാസ് ഉള്ളതിന്റെ ഒരു അടയാളം. എന്റെ നന്മയും ആരും അറിയരുത്, നീ ചെയ്ത തെറ്റ് ആരും അറിയരുത് എന്നാണല്ലോ നിനക്കൊരു നിർബന്ധം. യെസ്, അതേപോലെ എന്റെ നന്മയും ആരും അറിയരുത് എന്ന് ചിന്തിക്കണം. എന്റെ നന്മ ആരും അറിയരുത്. അതെ, നിങ്ങൾ വിളിച്ചിരുന്നല്ലേ, മിസ് കോൾ ഉണ്ടേ, ഞാനേ നിങ്ങൾ വിളിക്കുമ്പോൾ ഖുർആൻ ഓതിയായിരുന്നു. അത് പറയേണ്ട ഒരാവശ്യമില്ല എന്നർത്ഥം, ഒരാവശ്യമില്ല. അല്ലാ, നിങ്ങൾ ആ സമയത്ത് വിളിക്കുന്നെങ്കിൽ ഞാൻ പള്ളിയിലായിരിക്കും, എന്തിനാ പറയുന്നത്, കിട്ടൂല എന്നങ്ങോട്ട് പറഞ്ഞാൽ പോരെ. എനിക്ക് ലുഹ നിസ്കരിച്ച ഒരു കട്ടൻ ചായ നിർബന്ധമാണ്, ആ ലുഹ നിസ്കാരം അവിടെ കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല. എനിക്ക് ഈ കൊല്ലാക്കൊല്ലം അജ്മീറിൽ പോയിട്ടില്ലെങ്കിൽ റാഹത്താവില്ല. അജ്മീർ തങ്ങൾക്ക് തീരെ റാഹത്താവില്ല ഇപ്പം വന്നാൽ തന്നെ. എങ്ങനെയുണ്ട് ഉംറ കൊണ്ടും ഭയങ്കര ഇങ്ങനെ നാട്യങ്ങളുടെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കണം. ഞാൻ മദീനയിൽ എത്തിയിട്ടുണ്ട് എന്തിനാ ആൾക്കാരെ അറിയിക്കേണ്ട ആവശ്യം? ശരിക്കും പറഞ്ഞാൽ ഷെഹറാനിമോ പറയണ്ടല്ലോ, നമ്മൾ മദീനയിലെത്തിയാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയാണ് ഉണ്ടാവേണ്ടത്, നാണക്കട വേണ്ടത്. ഇത്രയും വലിയൊരു നേതാവിൻ്റെ നാട്ടിൽ ഞാൻ നിൽക്കാൻ അർഹനാണോ എന്നൊരു നാണക്കട നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോഴും നുബുവത്തിൻ്റെ കാലുകൊണ്ട് ചവിട്ടിയ മണ്ണിലൂടെയാണോ ഞാൻ നടക്കുന്നത് എന്ന പേടിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. മദീനയിൽ നിന്ന് ഒരു അബദ്ധം വന്നാൽ ഇതുവരെ ചെയ്ത അമലുകൾ പൊളിഞ്ഞു പോകും. പൊതുവിൽ വ്യഭിചരിച്ച ഹറാമേ ഉണ്ടാവും, കള്ളുടിച്ച ഹറാമേ ഉണ്ടാവും. മദീനയിൽ നിന്ന് അദബ് കേട് വന്നാൽ ഇതുവരെ ചെയ്ത അമലുകൾ പൊളിഞ്ഞു പോകും. അങ്ങനെ ചില ആള് ഈ ശത്രുതലം കാണിക്കൽ മദീനയിൽ നിന്നാവും.